അപ്പോഴേ ഇത് വീട്ടിനടുത്തുള്ള കാട്ടരുവിയാണേ. അപ്പോൾ ഈ അരുവി കഴിഞ്ഞ് അക്കരെ ചെന്നാൽ ചെറിയ കാടാണ്. അപ്പോൾ ആത്തിപ്പഴം പറിക്കാൻ പോകുന്നതാണ്. മഴക്കാലത്ത് ഇതിലെ പോകാൻ പറ്റത്തില്ല കേട്ടോ, കാരണം വെള്ളം നിറഞ്ഞിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ അരുവിയുടെ മധ്യത്തൂടി ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. മഴക്കാലത്ത് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാരണം തന്നെ പോകാൻ പറ്റത്തില്ല. ഇപ്പം മഴ കുറവുണ്ട്, അതുകൊണ്ട് കാരണം അപ്പുറത്ത് പോകാൻ പറ്റുമേ. അപ്പോൾ വേണ്ട ഇതാണ് കാടിൻ്റെ അരികെ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആത്തിച്ചെടിയുണ്ട്. ആത്തിപ്പഴം പറിക്കാൻ ഓർത്ത് വന്നതാണ്. അപ്പോഴാണ് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അങ്ങനെ മണം പിടിച്ച് ഞാൻ ചെന്നപ്പോൾ വേണ്ടേ ഒരു കാട്ടുമുല്ല. ഞാൻ കാട്ടുമുല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഓർത്ത് കാട്ടുമുല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുടമുല്ല പോലത്തെ ഇലയും പൂവും ഒക്കെ ആയിരിക്കുമെന്ന്. അല്ല, അത് മണിമുല്ല പോലെയാണ് ഇരിക്കുന്നത്. കാട്ടുമുല്ല മണമാണെങ്കിൽ ഭയങ്കര മണമാണ്, അസാധ്യ മണം. അപ്പം ഞാൻ മണം പിടിച്ച് കണ്ടുപിടിച്ചേ. അപ്പോൾ ഇതിൻ്റെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാൻ, കാരണം എനിക്ക് അത്ര അങ്ങോട്ട് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും കാണാം കേട്ടോ, കാണുന്നില്ലേ അതേട്ടെ, മണിമുല്ല പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇലയും പൂവും ഒക്കെ മണിമുല്ല പോലെ തന്നെയാണ്. മണമാണെങ്കിൽ ഭയങ്കര മണവുമേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ഇത് കുറേ പ്രായമുള്ള വള്ളിയാണെന്ന് തോന്നി. എന്തൊക്കെയോ മരങ്ങളിൽ ചുറ്റിപ്പിളർന്ന് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ഞാനൊരു കൊമ്പടിച്ചെടുത്തേ. അപ്പോൾ ഇത് കുറേ പ്രായമുണ്ടെന്ന് എനിക്കറിയാം, കാരണം വള്ളി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രായമുള്ള ചെടിയാണെന്ന്. മണിമുല്ല പോലെയാണെങ്കിൽ പൂവ് വളരെ കുഞ്ഞു പൂവാണ്, മൊട്ടും ചെറുതാണ്.